എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ നമസ്കാരം. എൻ്റെ മറ്റൊരു ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഫിനിറ്റീവിനെ കുറിച്ച് പഠിച്ചു. ഏകദേശം അതേപോലത്തെ ഉപയോഗിക്കാവുന്ന മറ്റൊന്നാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. അതായത് വെർബ് റൂട്ടിൻ്റെ കൂടെ ING ചേർത്ത ഒരു രൂപമുണ്ടല്ലോ. ഇപ്പം ഗോ എന്ന് പറഞ്ഞ വെർബ് റൂട്ടാണ്. ഗോയുടെ ING ചേർത്താൽ ഗോയിങ്. വോക്ക് വെർബ് റൂട്ടാണ്. വോക്കിൻ്റെ കൂടെ ING ചേർത്താൽ വോക്കിംഗ്. ഇതിന് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് പറയാറ്. എന്താണ് പറയാറ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പോൾ സ്മോക്കിൻ്റെ കൂടെ ING ചേർത്താൽ സ്മോക്കിംഗ്. അപ്പോൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇൻഫോ. അപ്പോൾ അത് ഒരു വെർബിന് സമാനമാണ്. വെർബിൻ്റെ ഒരു രൂപമാണ്. ആ വെർബിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അതിനുണ്ട്. വെർബിൻ്റെ രൂപമല്ല, വെർബിൻ്റെ സ്വഭാവം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ വെർബിൻ്റെ സ്വഭാവമുള്ള ഒന്നാണ്, വെർബിൻ്റെ മറ്റൊരു രൂപമാണ് എന്ത്? ING ഫോം. വെർബിൻ്റെ ING ഫോം. അത് പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നാണ് വിളിക്കുക. നമ്മൾ ഒരെണ്ണം ഞാനിവിടെ എഴുതി, സ്മോക്കിംഗ്. എന്തൊക്കെ അതിൻ്റെ അർത്ഥം വരും? നിങ്ങൾക്കറിയൂ എന്തൊക്കെ അർത്ഥമാണ് ഈ സ്മോക്കിംഗ് എന്ന ഇതിന്? ഞാൻ പല ചാപ്റ്ററുകളായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒരർത്ഥമല്ല, ഏറ്റവും അധികം അർത്ഥമുള്ള വൈവിധ്യമായ അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ് എന്ത്? ING ഫോം. മലയാള ഭാഷ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിച്ച ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ, ഒരു വെർബിൻ്റെ ഫോമിനെ 5-6 അർത്ഥം വരുമ്പോൾ ഏതർത്ഥമാണെന്ന് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. അപ്പം നമ്മൾ പല അർത്ഥം വെച്ച് നോക്കാം. ഏതർത്ഥമാണ് യോജിപ്പ്? സന്ദർഭോചിതമായി നമ്മൾ പല പ്രാവശ്യം അനലൈസ് ചെയ്ത് നോക്കിയാലേ കൃത്യമായിട്ട് മലയാളത്തിൽ അർത്ഥം എടുക്കാൻ പറ്റുള്ളൂ. അത് ഇംഗ്ലീഷിൻ്റെ ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു കാരണം. അപ്പോൾ നമുക്ക് ഈ ING ഫോം ശരിക്കും പഠിച്ചില്ലെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതാനേ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര വൈവിധ്യമായ അർത്ഥമുണ്ട്, വൈവിധ്യമായ പ്രയോഗമുണ്ട്. നല്ല ഭംഗിയുള്ള നീളമുള്ള അതിസുന്ദരമായ വാചകങ്ങൾ എഴുതണമെങ്കിൽ ING ഫോം അറിഞ്ഞിരിക്കണം. എന്നാലും നല്ല വാചകങ്ങൾ എഴുതാൻ അറിയുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത്. നോക്കുക, എന്തൊക്കെയാ 5-6 അർത്ഥം അതിനുണ്ട്. അത് ഓരോ നിങ്ങൾ ഒരുപാട് ഞാൻ അത് അധ്യായം വിശദീകരിച്ചിരുന്നു. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് നിങ്ങളത് ഇരുന്ന് രാവി പഠിക്കുക. സ്മോക്കിംഗ് എന്ന് പറഞ്ഞ പുകവലിക്കൽ എന്നർത്ഥത്തിൽ ഉണ്ടായി. പുകവലിക്കുക എന്നർത്ഥത്തിൽ ചിലവർ എടുക്കും. പുകവലിക്കുന്നത് എന്ന് അർത്ഥത്തിലെടുക്കും. അപ്പോൾ പുകവലിക്കുക, പുകവലിക്കുന്നത്, പുകവലിക്കൽ എന്ന് 3 അർത്ഥത്തിൽ അത് എടുക്കും. അപ്പോൾ നൗണിനെ പോലെയാണ് അർത്ഥം വരിക. എന്തിൻ്റെ പോലെ? ഒരു നൗണിൻ്റെ പോലെ. ഒരു നൗൺ എങ്ങനെയാണോ നമ്മളൊരു വാചകത്തിൽ ഉപയോഗിക്കുക, അതേപോലെ അത് ഉപയോഗിക്കുകയും ചെയ്യാന്നർത്ഥം. എന്താണ് നമ്മൾ അതിൻ്റെ മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് ING ഫോമിൻ്റെ? നൗണിന് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നൗണായി വരുമ്പോൾ എന്തെല്ലാം അർത്ഥം ഞാൻ പറഞ്ഞേ? പുകവലിക്കുക, പുകവലിക്കൽ, പുകവലിക്കുന്നത്. ഓക്കെ, ഈ 3 അർത്ഥം. ഇത് അഡ്വർബായിട്ട് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഒരു വെർബിനെ വിശേഷിപ്പിക്കുന്ന പദമാണല്ലോ അഡ്വർബ്. അപ്പം അങ്ങനെ ഉപയോഗിക്കുക. അപ്പോഴെന്തായിരിക്കും അർത്ഥം? ആ അർത്ഥമാണ് എന്ത്? പുകവലിച്ചിട്ട്, അല്ലെങ്കിൽ പുകവലിച്ചുകൊണ്ട്. അങ്ങനെ അപ്പം അതൊരു ക്രിയാവിശേഷണമായിട്ട് അഡ്വർബായിട്ട് വാചകങ്ങൾ ഉപയോഗിക്കാം. അഡ്വർബ് എവിടെയാണോ വെക്കേണ്ടത് അതുപോലെ. അത് മാനറിനെ സൂചിപ്പിക്കുന്ന ഒരു അഡ്വർബായിട്ട് സാധാരണ ഉപയോഗിക്കാറ്. മനസ്സിലായി? മാനറിനെ സൂചിപ്പിക്കുന്ന അഡ്വർബായിട്ട്. അപ്പം നമ്മൾ 3, 2, 5 അർത്ഥം കണ്ടു കഴിഞ്ഞു ഇല്ലേ? ഇനിയും വേണമെങ്കിൽ ഒരു അർത്ഥം, പുകവലിക്കുന്ന എന്ന അർത്ഥം കൂടിയുണ്ട്. ING ഫോമിന് പുകവലിക്കുന്ന. എങ്ങനെയാ വരിക? പുകവലിക്കുന്ന എന്നുള്ള അർത്ഥത്തിൽ ING ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് പുകവലിക്കുന്ന പെൺകുട്ടികൾ, സ്മോക്കിംഗ് ഗേൾസ്. ഇപ്പം ഏതൊരു വാക്കിനും ING ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? അത് അന്ന അർത്ഥത്തിൽ ഒരു വിശേഷണമായി വരും. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് ഫ്ലോയിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളം. വെള്ളത്തിൻ്റെ വിശേഷണം ഒഴുകുന്ന, അല്ലേ? ഒഴുകുന്നു എന്നുള്ളതിനെ ഒഴുകുന്നു എന്നാക്കാൻ ING ചേർത്താൽ മതി. ഫ്ലോയിങ്. കരയുന്ന കുട്ടി. കണ്ട, കരയുന്ന കുട്ടി. കുട്ടിയെ വിശേഷിപ്പിക്കുന്നു കരയുന്ന. കരയുക വെർബ് റൂട്ട്. അപ്പോൾ കരയുന്ന എന്നാക്കാൻ ചെയ്താൽ മതി, ING ചേർത്താൽ മതി. ക്രൈയിങ് ചൈൽഡ്, കരയുന്ന കുട്ടി.
കരയുന്ന കുട്ടിക്ക് പാല് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ പറയുന്ന കുട്ടിക്ക് പാല് കിട്ടുന്നു എന്നൊക്കെ പഴഞ്ചൊല്ലില്ലേ? ക്രൈയിങ് ബേബി ഗെറ്റ്സ് ദ മിൽക്ക് എന്നൊക്കെ ഒരു ചൊല്ലി കണ്ടിട്ടില്ലേ? അപ്പൊ കരയുന്ന എന്ന് പറഞ്ഞ എന്താ? ING ചേർത്താൽ മതി. ക്രൈ എന്ന വെർബ് ING ക്രൈയിങ്, അത് വിശേഷണമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടില്ലേ? ഒന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ 5 അർത്ഥങ്ങളും നിങ്ങൾ ഓരോ വാക്കെടുത്ത് ഈ 5 അർത്ഥം ഇങ്ങനെ നമ്മൾ ബൈഹാർട്ടി നാമം ചൊല്ലണ പോലെ ചൊല്ലി ചൊല്ലി ഉറപ്പിക്കുക. രാമ 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 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നാമം ചൊല്ലി ഉറപ്പിക്കുക. അതേപോലെ ഇങ്ങനെ സ്മോക്കിങ്, പുകവലിച്ചുകൊണ്ട് പുകവലിച്ചിട്ട് പുക വലിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് രാവിലെ പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഇത് ഉപയോഗിക്കുക എന്ന് കാണിച്ചാൽ, നൗൺ ആകുമ്പോൾ എന്തെങ്കിലും വാചകം എന്തായിട്ട് ഉപയോഗിക്കാം? സബ്ജക്റ്റ് ആയിട്ട് അല്ലേ? അതല്ലേ നമ്മൾ പഠിച്ചു വന്നത്. അപ്പോൾ സബ്ജക്റ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം? ഒരു വാചകം കാണിക്കുക. പുകവലിക്കൽ അല്ലെങ്കിൽ പുകവലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ വിഷയം നമ്മുടെ പുകവലിക്കലാണ് അല്ലേ? എന്താണ് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളത്? പുകവലിക്കുന്നത്. പാല് ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന് പറയും. പാല് ആരോഗ്യത്തിന് ഗുണകരമാണ്. അങ്ങനെ പറയുമ്പോൾ എന്താണ്? പാല് എന്നുള്ളതാണ് ആ വാചകത്തിലെ വിഷയം, അതാണ് സബ്ജക്റ്റ്. പാല് എന്ന നൗണാണ് എന്തായാലും ആ വാചകത്തിലെ സബ്ജക്റ്റ്. അപ്പൊ എന്ന പോലെയല്ല ഇത് പുകവലിക്കുന്നത്, ആ പ്രക്രിയ, ആ സംഗതി, അതിൻ്റെ പേര്, ആ പുകവലിക്കുന്ന സംഗതിയുടെ പേരാണ് പുകവലിക്കൽ, പുകവലിക്കുന്നു എന്നുള്ളത്. അപ്പൊ അതൊരു നൗണാണ്. പുകവലിക്കൽ എന്താണ്? ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറയും. അപ്പൊ സ്മോക്കിംഗ് ഈസ്, പുകവലി ആണ് എന്ത്? ഇൻജൂറിയസ്, ഹാനികരമാണ്. എന്ത്? ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചോടത്തൊക്കെ ഇത് ഉപയോഗിക്കാമെന്ന് സാരം അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നന്നായി പഠിച്ചുറപ്പിച്ചവർക്ക് എളുപ്പം ഇത് മനസ്സിലാവും. അടുത്ത് രണ്ടാമത്തെ, അപ്പോൾ നമ്മൾ സബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ അല്ലേ? നൗൺ ആണെങ്കിൽ അത് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. എങ്ങനെ അത് നോക്കാം നമുക്ക്. തോമസ് പുകവലിക്കുന്നത് അല്ലെങ്കിൽ പുകവലിക്കൽ തോമസ് പുകവലിക്കൽ അല്ലെങ്കിൽ പുകവലിക്കുക അല്ലെങ്കിൽ പുകവലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. എന്താണ് ഇഷ്ടപ്പെടുന്നത്? തോമസ് ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാല് തോമസ് ഇഷ്ടപ്പെടുന്ന എന്ത്? ഇഷ്ടപ്പെടുന്ന എന്താണ്? ഐസ്ക്രീം. അപ്പൊ ഐസ്ക്രീം എന്താ? നൗൺ, അത് ഓബ്ജക്റ്റ്. എന്ത് ഇഷ്ടപ്പെടുന്നു? ഐസ്ക്രീം. നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തിനു ചോദിക്കുക? ഓബ്ജക്റ്റ്. അപ്പൊ ഇവിടെ എന്താ ഇഷ്ടപ്പെടുന്നത്? തോമസ് ഈ വാചകത്തില് എന്ത് ഇഷ്ടപ്പെടുന്നു? പുകവലിക്കുന്നത് അല്ലെ പുകവലിക്കൽ. അത് പുകവലിക്കുക ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇത് ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. അത് നിങ്ങൾക്ക് ഭംഗി. ഞാനാണെങ്കിൽ പുകവലിക്കൽ അല്ലെങ്കിൽ പുകവലിക്കുന്നത് എന്നാണ് എടുക്കുക. അപ്പൊ എന്തായാലും അതിന്റെ ഇംഗ്ലീഷ് സ്മോക്കിംഗ് എന്നാണ്. അപ്പൊ തോമസ് ലൈക്ക് സ്മോക്കിംഗ്, അത് ഓബ്ജക്റ്റ്. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നമ്മൾ നോക്കുക. ഇത് അഡ്വർബായിട്ട് ഉപയോഗിക്കാം. അഡ്വർബ് ഇതായിട്ട് അഡ്വർബ് എന്ന് എന്താ അർത്ഥം? ക്രിയയെ വിശേഷിപ്പിക്കുന്നതായിട്ട്. ഇപ്പൊ എങ്ങനെ ക്രിയനെ വിശേഷിപ്പിക്കുക? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കാം. രാജു പുകവലിച്ചുകൊണ്ട് പുറത്തുപോയി, അല്ലെങ്കിൽ പുകവലിച്ചിട്ട് പുറത്തുപോയി. രാജു പുകവലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുകവലിച്ചിട്ട് പുറത്തുപോയി. അപ്പൊ രാജു ഇങ്ങനെ പുകവലിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തു പോവാണ്. അപ്പോൾ നമ്മളെന്ത് പറയും? രാജു പുകവലിച്ചുകൊണ്ട് പുറത്തുപോയി. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? രാജു വെന്റ് ഔട്ട്. രാജു അല്ലെ ക്രിയ അല്ലെ? വെന്റ് ഔട്ട് സ്മോക്കിംഗ്, പുകവലിച്ചിട്ട് പുറത്തുപോയി അല്ലെങ്കിൽ പുകവലിച്ചുകൊണ്ട് പുറത്തുപോയി. എങ്ങനെ പുറത്തുപോയി? പുകവലിച്ചുകൊണ്ട് അല്ലേ? ആ പോയി എന്നുള്ളതിന്റെ വിശേഷമാണ്. എങ്ങനെ പോയി? പുകവലിച്ചുകൊണ്ട്. അപ്പൊ എന്താണ്? അത് ക്രിയയുടെ ഒരു പ്രത്യേകത വിവരിക്കുന്നതുകൊണ്ട് അത് അഡ്വർബ് ആണ് അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചത് മനസ്സിലായല്ലോ. അതിന് വിശേഷിക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ അഡ്വർബായിട്ട് ഉപയോഗിക്കും. ഇനി അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കാം.
അപ്പോൾ ഒരു വാക്ക് തന്നെയാണ് പലതായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? അത് നമുക്ക് വിസ്മയം തോന്നും അല്ലേ? ഒരു വാക്ക് തന്നെ ഇത് എല്ലാ കളിയും കളിക്കുന്നത്. പുകവലിക്കുന്ന പെൺകുട്ടികൾ. ആ പെൺകുട്ടികൾ വിഷയം എങ്ങനത്തെ പെൺകുട്ടികളാ? എങ്ങനെയുള്ള പെൺകുട്ടികളാ? പുകവലിക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടികൾ പ്രത്യേകതയാണ്. ഇത് പുകവലിക്കുന്ന പെൺകുട്ടികളാണ് അല്ലേ? നല്ല പെൺകുട്ടികൾ, തൽസ്വഭാവികളായ പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന പോലെ, സുന്ദരിയായിട്ടുള്ള പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്ന പോലെ പുകവലിക്കുന്ന പെൺകുട്ടികൾ. പുകവലിക്കുക എന്നുള്ളത് അഡിക്റ്റീവ് അല്ലേ? അപ്പൊ എന്തായിട്ട് ഉപയോഗിക്കും? സ്മോക്കിംഗ് ഗേൾസ് ആണ് ആർ ബാഡ്, മോശമായിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൻ്റെ പല പ്രയോഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക ഇത് കണ്ടു കഴിഞ്ഞു. ഇത് കൂടാതെ ഇത് ഫ്രേസുകൾ ഉണ്ടാക്കും ചെയ്യാം. ഇതെന്താന്ന് മനസ്സിലായി നമുക്ക്. ഇത് വെർബിന്റെ ഒരു ഫോമാണെന്ന് മനസ്സിലായി. ആ വെർബിന് എന്തൊക്കെ പ്രത്യേകത ഉണ്ടാവാം, അതിൻ്റെ ഏതൊക്കെ സ്വഭാവം അതിനുണ്ടാവാം, ആ സ്വഭാവം ഒക്കെ കാണിക്കുമാര് ഈ ING ഫോം. കാരണം അത് വെർബിന്റെ ഒരു ഫോമാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു തേളിന് സ്വഭാവം കാണിക്കുന്നത് നമ്മൾ വളരെ സ്നേഹത്തോടെ തടവാൻ ചിലപ്പോൾ ഒരു കുത്ത് കിട്ടില്ലേ? കുത്തുക എന്നുള്ള തേളിന്റെ ഒരു സ്വഭാവമാണ്. എന്ന പോലെ അതൊരു സ്വഭാവം കാണിക്കും. എന്ന പോലെ ഈ ING ഫോം വെർബിന്റെ ഫോം ആയതുകൊണ്ട് വെർബിന്റെ എല്ലാ സ്വഭാവം എന്താ വെർബ് ചെയ്യുക? അത് കർമ്മത്തോട് ചേർന്ന് പ്രവർത്തിക്കും, അഡ്വർബുകളോട് ചേർന്ന് പ്രവർത്തിക്കും, അപ്പോൾ സബ്ജക്റ്റിനോട് ചേർന്ന് പ്രവർത്തിക്കും. ഇവയുമായിട്ടൊക്കെ ചക്കാത്തം കൂടി അത് വാചകത്തിന്റെ അർത്ഥം പൂർണ്ണമാക്കാൻ, ഒരു വാചകത്തിന്റെ ആ ലക്ഷ്യം സബലീകരിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ സബ്ജക്റ്റീവ് ഉണ്ടാവാം, ഓബ്ജക്റ്റ് ഉണ്ടാവാം, അഡ്വർബ് ഉണ്ടാകാം എന്നൊക്കെ അർത്ഥം. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഇപ്പൊ നോക്കുക. സ്മോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പുകവലിക്കുന്നത് അല്ലെ പുകവലിക്കൽ എന്നൊക്കെ അർത്ഥം അല്ലേ? അതാണ് അർത്ഥം. അപ്പോൾ അത് എന്ത് വലിക്കുന്നത്? സിഗരറ്റ് വലിക്കുന്നത് എന്ന് പറയുമ്പോഴോ ആ വലിക്കുന്നതിന് എന്ത് വന്നു? ഒരു ഓബ്ജക്റ്റ് വന്നു. എന്താ വലിക്കുന്നത് അല്ലേ? ഒരു ക്രിയയോടുകൂടി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ചേർത്ത് പറയുമ്പോൾ വരുന്ന ഉത്തരം എന്താണ്? അത് ഓബ്ജക്റ്റാണ്. വലിക്കുന്നു, അതിന് വലിക്കുക എന്നൊക്കെ പറയും. എന്ത് വലിക്കുക? സിഗരറ്റ് വലിക്കുക. അപ്പോൾ എന്ത് എന്ന ചോദ്യം വലിക്കുക എന്ന ക്രിയാരൂപത്തിൻ്റെ കൂടെ ചേർത്ത് പറയുമ്പോൾ കിട്ടുന്ന ഉത്തരമായതുകൊണ്ട് ഈ സിഗരറ്റ് എന്നുള്ള എന്താണ്? ഓബ്ജക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പല്ലേ? അപ്പോൾ ഇത് ഈ ING ഫോം എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു ഏതുപോലെ ഉപയോഗിക്കാം? അതായത് ഓബ്ജക്റ്റ് സ്വീകരിക്കുന്ന ക്രിയ പോലെ ഉപയോഗിക്കാം. അപ്പോൾ സ്മോക്കിംഗ് സിഗരറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ ഓബ്ജക്റ്റിനെ സ്വീകരിച്ചിരിക്കുന്നു അല്ലേ? ഓബ്ജക്റ്റിന്റെ കൂടെ നിന്നുകൊണ്ട് അത് ഒരു ഗ്രൂപ്പായിട്ട് സിഗരറ്റ് വലിക്കുന്നത് നമ്മൾ പറയാറുണ്ടല്ലോ. അതെന്താണ്? ഈ സിഗരറ്റ് എന്ന നൗണും പിന്നെ ഈ വലിക്കുന്നത് എന്നതും കൂടി ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഒരു നൗണ് പോലെ അല്ലേ? സിഗരറ്റ് വലിക്കുന്നത് ആ സംഗതി ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ അതെന്തുപോലെ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു നൗൺ പോലെ തോന്നുന്നില്ലേ? അപ്പോ ഒരു പാർട്ടിസിപ്പിളും പ്രസന്റ് പാർട്ടിസിപ്പിൾ ഇൻഫോമിലുള്ള ക്രിയാരൂപവും അതിനോട് ചേർന്നിട്ടുള്ള ഓബ്ജക്റ്റും കൂടി ചേർന്ന് ഒരൊറ്റ നൗൺ പോലെ പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ അത് സബ്ജക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അതാണ് നമ്മൾ കണ്ടത്. സ്മോക്കിംഗ് സിഗരറ്റ്സ്, പുകവലിക്കുന്നത്. എന്ത് വേണം? ആണ്, ഈസ് എന്ത്? ആരോഗ്യത്തിന് ഹാനികരമായ, അപ്പൊ ഹാംഫുൾ ടു ഹെൽത്ത്. അപ്പൊ സ്മോക്കിംഗ് സിഗരറ്റ്സ് എന്നുള്ളത് ആ ING ഫോം അതിൻ്റെ ഓബ്ജക്റ്റും കൂടി ചേർന്ന് എന്തായിട്ട് പ്രവർത്തിക്കും? ഒരുമിച്ച് ചേർന്ന് ഒറ്റ ഫ്രേസ് പോലെ പ്രവർത്തിക്കും.
എന്തായിട്ടുള്ള ഫ്രേസ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്? ഒരു നൗണിനെ പോലെ പ്രവർത്തിക്കാം. അപ്പം നൗൺ ഫ്രേസ് ആയിട്ട് അത് ഉപയോഗിക്കാം എന്ന് അർത്ഥം. അപ്പം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത്? ഒരു ING ഫോമും അതിനോട് ചേർന്നിട്ടുള്ള ഒബ്ജക്റ്റും കൂടി ചേർന്ന് എന്തായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? അതൊരു ഫ്രേസ് ആയിട്ട് മാറി ഒരു നൗൺ ഫ്രേസ് ആയിട്ട് അതിന് പ്രവർത്തിക്കാൻ കഴിയും എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. അതുപോലെ ഇതിനെ എന്താണ്, ഇതൊരു വെർബിന്റെ ഫോമാണല്ലോ. എന്ത്? ING ഫോം. ആ വെർബ് എന്തിനെ സ്വീകരിക്കും? ഒബ്ജക്റ്റിനെ പോലെ തന്നെ അഡ്വർബിനെ സ്വീകരിക്കും. അപ്പൊ ചിലപ്പോൾ രണ്ടിനെയും സ്വീകരിക്കും. പറ്റും, നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോ വലിക്കുക അല്ലെ വലിക്കൽ. എന്ത് വലിക്കൽ? സിഗരറ്റ്. അപ്പൊ സിഗരറ്റ് വലിക്കൽ സിഗരറ്റ് വലിക്കുക എന്നുള്ളത് ഓബ്ജക്റ്റും ING ഫോം കൂടി ചേർന്നിട്ടുള്ളത്. അതുപോലെ എവിടെ വലിക്കുന്ന ചോദിച്ചാൽ വലിക്കുക എന്ന പ്രവൃത്തി എവിടെ ചെയ്യുന്ന വെച്ചാൽ അഡ്വർബ്. അപ്പൊ നമുക്ക് ഇത് ഈ വെർബ് രൂപം ING ഫോമിൽ വെർബ് രൂപം ഓബ്ജക്റ്റിനെ സ്വീകരിക്കും. അതായത് ഇത് ശേഷം ഓബ്ജക്റ്റ് വരാന്നർത്ഥം. ഇത് എന്തിനെ സ്വീകരിക്കും? അഡ്വർബിനെ സ്വീകരിക്കും. അപ്പോൾ ഓബ്ജക്റ്റിന്റെ ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഇത് അത് കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഈ ING ഫോം കഴിഞ്ഞിട്ടും, ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റ് കഴിഞ്ഞിട്ടും ഏതിനെ സ്വീകരിക്കും? അഡ്വർബിനെ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലാണ്, അതുകൊണ്ട് കൂടുതൽ വിശീലനം വേണ്ട. അപ്പോൾ സ്മോക്കിംഗ് സിഗരറ്റ്, ഇതിൽ സിഗരറ്റ് എന്നുള്ളത് ഈ ING ഫോം എന്ന വെർബ് രൂപന്റെ ഒബ്ജക്റ്റ്. എവിടെയാണ്? ഇൻ ദ പബ്ലിക് പ്ലേസ്, പബ്ലിക്കായി പൊതുസ്ഥലത്ത്. അപ്പോൾ ഇത് അഡ്വർബ്. അപ്പോൾ സ്മോക്കിംഗ് എന്നത് ഏതിനോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി? ഒരു ഓബ്ജക്റ്റിനെയും അത് അഡ്വർബിനോടും ചേർന്ന്, അതായത് വാചകത്തിന്റെ ഭാഗം പോലെ അല്ലേ. അപ്പോൾ ഈ ING ഫോമും ഇതിന്റെ ഓബ്ജക്റ്റും അതിന്റെ അഡ്വർബും എല്ലാം കൂടി ചേർന്ന് ഒരൊറ്റ ഫ്രേസ് ആയിട്ട് പ്രവർത്തിക്കും. ആ ഫ്രേസ് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, ഒരു നൗൺ പോലെ ഉപയോഗിക്കാം. ഞാൻ കാണിച്ചു തരാം. അപ്പൊ നൗണായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഒരു ഫ്രേസ് എങ്ങനെ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ വലിക്കൽ ശിക്ഷാർഹമായിട്ടുള്ളതാണ്. അപ്പോൾ വാചകയില്ലേ, നമ്മൾ സാധാരണ പറയുന്ന വാചകല്ലേ. പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത് കുറ്റകരമാണ് അല്ലെങ്കിൽ ശിക്ഷാർഹമായിട്ടുള്ളതാണ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാചകല്ലേ. അപ്പൊ അതില് സബ്ജക്റ്റ് ഏതാന്ന് ചോദിച്ചാൽ ഇത്രയും ഭാഗമാണ് മലയാളത്തിലെ സബ്ജക്റ്റ് എന്ന പോലെ അതിന്റെ തർജ്ജമ ഇതാണ്. സ്മോക്കിംഗ് സിഗരറ്റ്സ് ഇൻ ദ പബ്ലിക് പ്ലേസ് എന്ന് വെച്ചാൽ അത്രയും സബ്ജക്റ്റ്, പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത്. പിന്നെയാണ് തുടങ്ങുന്നത് എന്ത് ആണ്, പിന്നെ വിശദീകരണം. എന്ത്? ശിക്ഷാർഹമായിട്ടുള്ള, ഈസ് പണിഷബിൾ. മനസ്സിലായ? അപ്പോൾ ഇത് സബ്ജക്റ്റ് ആയിട്ട് വരാം, അതേപോലെ ഇത് ഓബ്ജക്റ്റ് ആയിട്ട് വരാം. രാജു സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. രാജു എന്ത് ഇഷ്ടപ്പെടുന്നു? രാജു സിഗരറ്റ് വലിക്കുന്നത്. അപ്പൊ എന്തിനും ഉത്തരം ആയിട്ട് ഏതാ വരിക? ഇഷ്ടപ്പെടുന്നതിന്റെ ഒബ്ജക്റ്റാണ് എന്ത് ഇഷ്ടപ്പെടുന്നു? സിഗരറ്റ് വലിക്കുന്നത്. അപ്പൊ സിഗരറ്റ് വലിക്കുന്ന ആ സെറ്റ് വാക്കുകൾ ഒബ്ജക്റ്റായി വരുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും എഴുതുക, രാജു ലൈക്സ്. അത് കഴിഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റ് എഴുതുക. അപ്പോൾ സിഗരറ്റ് വലിക്കുന്ന വെച്ചാല് വലിക്കുന്നത് സിഗരറ്റ്, കാരണം സ്മോക്കിങ്ങിന് ശേഷമാണ് ഒബ്ജക്റ്റ് വരിക. അപ്പൊ ഇങ്ങനെ എഴുതാം, രാജു ലൈക്സ് സ്മോക്കിംഗ് സിഗരറ്റ്. അങ്ങനെ ഒബ്ജക്റ്റ് ആയിട്ട് വരാം. ഇപ്പൊ പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്ന ഇത് പോലീസ് തടഞ്ഞു. അപ്പൊ പോലീസ് തടഞ്ഞ എന്ത്? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത്. എന്താ തടഞ്ഞേ? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത്. അപ്പൊ അത് മുഴുവൻ ഒബ്ജക്റ്റ്. എന്താണ് ഒബ്ജക്റ്റ്? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത്. സിഗരറ്റ് വലിക്കുന്നതിന് എഴുതാന്നറിയാം, സ്മോക്കിംഗ് സിഗരറ്റ്സ് ഇൻ ദ പബ്ലിക് പ്ലേസ്. സ്മോക്കിങ്ങിന് ശേഷമാണ് സിഗരറ്റ് വരിക, അതുപോലെ ഇൻ ദ പ്ലേസും വരിക. കാരണം നിങ്ങൾക്ക് അറിയാം, അത് ഓബ്ജക്റ്റും അഡ്വർബാണ്. അതൊക്കെ ക്രിയാരൂപത്തിന് ശേഷമാണ് വരിക എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഉറപ്പിച്ചിട്ടുള്ളതാണ്, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ പോലീസ് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത് തടഞ്ഞു എന്ന് പറഞ്ഞാൽ ആരാ തടഞ്ഞ? പോലീസ്. സബ്ജക്റ്റ്. എന്താ പ്രവൃത്തി? തടഞ്ഞു.
എന്താ തടഞ്ഞ? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് പറയാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പോലീസ് പ്രിവെന്റഡ് അല്ലെങ്കിൽ പ്രോഹിബിറ്റഡ് എന്ത്? സ്മോക്കിംഗ് സിഗരറ്റ്സ് ഇൻ ദ പബ്ലിക് പ്ലേസ്. അങ്ങനെ അത് ഓബ്ജക്റ്റ് ആയിട്ടും വരാം. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി എന്തെന്ന്. ഈ ING ഫോം ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നതാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത് സബ്ജക്റ്റ് ആയിട്ട് വരും, ഓബ്ജക്റ്റ് ആയിട്ട്. ഇത് രണ്ടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പിന്നെ പഠിക്കാം. ഓക്കെ, ഇനി ഇത് ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. രാജു സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു. രാജു എന്ത് ഇഷ്ടപ്പെടുന്നു? രാജു സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതെങ്ങനെ തർജ്ജമ ചെയ്യാം? രാജു ലൈക്സ് എന്ത്? സ്മോക്കിംഗ് സിഗരറ്റ്സ്. പോലീസ് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത് തടഞ്ഞു. പോലീസ് തടഞ്ഞു എന്ത്? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓബ്ജക്റ്റ് ആയത്തിലെ ഓബ്ജക്റ്റ് സിഗരറ്റ് വലിക്കുന്നതാണ്. അതുകൊണ്ട് ലൈക്കിന് ശേഷം അത് വെച്ചു. രണ്ടാമത്തേല് പോലീസ് പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത് തടഞ്ഞു. എന്താ തടഞ്ഞ? പൊതുസ്ഥലത്ത് സിഗരറ്റ് വലിക്കുന്നത്. അപ്പോൾ പൊതുസ്ഥലത്തോട്ട് സിഗരറ്റ് വലിക്കുന്നത് വരെയാണ് ഓബ്ജക്റ്റ് അല്ലേ? എന്തെന്ന് ചോദ്യത്തിൽ അത്രയായതുകൊണ്ട് അത് മുഴുവൻ ഓബ്ജക്റ്റാ. അതെങ്ങനെയായിരുന്നു നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ? അപ്പോൾ പോലീസ് പ്രോഹിബിറ്റഡ് പൊതുസ്ഥലത്ത് പുകവലിക്കുന്നത് എന്നത്, സിഗരറ്റ് വലിക്കുന്നത് എന്ന് മുഴുവനുള്ളത് ഓബ്ജക്റ്റാണ്. കണ്ടോ? അത് കാരണം ഇതിന് ശേഷം അത് വന്നു. പോലീസ് പ്രോഹിബിറ്റഡ് എന്ത്? സ്മോക്കിംഗ് സിഗരറ്റ്സ് ഇൻ പബ്ലിക് പ്ലേസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെന്താ മനസ്സിലായിട്ടുള്ളത്? നമുക്ക് ING ഫോം ഒരു നൗണായിട്ട് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നത് കണ്ടു, ഓബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്നത് കണ്ടു അല്ലേ? അത് അതിന്റെ ഫ്രേസ് അടക്കം അല്ലേ? നമ്മൾ ഈ ING ഫോം അതിന്റെ കൂടെ എന്തൊക്കെ വരുന്നതും കണ്ടു. നമ്മൾ ഓബ്ജക്റ്റ് വരുന്നത് കണ്ടു, അതുപോലെ അഡ്വർബ് വരുന്നതും കണ്ടു അല്ലേ? ഓക്കെ, നമുക്ക് കുറച്ചും കൂടി അതുപോലെ മറ്റേതായിട്ട് നമുക്ക് എങ്ങനെ വരുന്നത് കാണാം. നമുക്ക് എങ്ങനെ അഡിക്റ്റീവായിട്ട് വരുന്നത് ഉപയോഗിക്കുന്നത്, അഡിക്റ്റീവായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ബോർഡിൽ എഴുതിയിട്ടുള്ള ഒരു വെർബ് റൂട്ടിന്റെ കാര്യം പരിഗണിക്കാം. പ്ലേ എന്നൊരു വെർബ് റൂട്ട് എഴുതിയിട്ടുണ്ട്. പ്ലേ എന്നുള്ള വെർബാണെന്നറിയാം, അത് റൂട്ടാണെന്നറിയാം, വെർബ് റൂട്ട്. അതിനുണ്ടായിട്ടില്ലാണ് അതിനൊണ്ടും കൂടെ ING ചേർത്ത പ്ലേയിങ് എന്ന അതിൻ്റെ വേറൊരു രൂപമുണ്ടാവും. അതാണ് പ്ലേയിങ്. അത് കുറെ അർത്ഥങ്ങൾ അതിനുണ്ട് എങ്കിലും അതിൽ ഒരു അർത്ഥം അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം, അത് കളിക്കുന്ന എന്നാണ് അല്ലേ? എന്താണത്? കളിക്കുന്ന. ആ കളിക്കുന്ന അഡ്ജക്റ്റീവാണ്. എന്താ സംശയം? കളിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ കളിക്കുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ എന്താണ് അത് കളിക്കുന്ന എന്നുള്ളത് വിശേഷണം. കാരണം എന്താ? നല്ല കുട്ടി, ചീത്ത കുട്ടി എന്നൊക്കെ പറയുന്ന പോലെ കളിക്കുന്ന കുട്ടി. എന്നാൽ കളിക്കുന്ന കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ വിശേഷിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്, കളിക്കുന്ന എന്ന വാക്ക് നമ്മൾ അല്ലേ? അതിന് തുല്യമായ വാക്കാണ് പ്ലേയിങ് എന്നതുകൊണ്ട് ഈ പ്ലേയിങ്ങിന് എന്താണ്? അത് അഡ്ജക്റ്റീവാണ്. സംശയമില്ലല്ലോ? അപ്പൊ പ്ലേയിങ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കളിക്കുന്ന കുട്ടികൾ. ഡാൻസിങ് ഗേൾ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ഒക്കെ നമ്മൾ കുറെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? ഫ്ലോയിങ് വാട്ടർ ഒഴുകുന്ന വെള്ളം. മൂവിങ് ട്രെയിൻ ചലിക്കുന്ന തീവണ്ടി. എന്നതുപോലെ അപ്പൊ ഇതിന് നമുക്ക് അഡ്ജക്റ്റീവ് ആണെന്ന് ഉറപ്പായി. ഇനി സംശയമില്ലല്ലോ? ഇല്ല. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ ഒരു രൂപമായതുകൊണ്ട് വെർബിന്റെ എല്ലാ സ്വഭാവവും കാണിക്കും അല്ലേ? നമുക്കറിയാം അല്ലേ? തേളിന്റെ സ്വഭാവം കാണിക്കുന്ന നമുക്കറിയാം. ഓരോ ജീവി അതിന്റെ സ്വഭാവം കാണിക്കും. എന്ന പോലെ വാക്കുകൾക്ക് ഓരോ സ്വഭാവം ഉണ്ട്, അത് വാക്കുകളുടെ സ്വഭാവം കാണിക്കുമല്ലോ. അപ്പൊ ഇത് ഒരു വെർബിന്റെ രൂപമായിരുന്നു. വെർബിന്റെ എല്ലാ സ്വഭാവവും കാണിക്കും. വെർബ് എന്തൊക്കെ ചെയ്യുക? അത് ഓബ്ജക്റ്റുകളോട് ചേർന്ന് പ്രവർത്തിക്കും. അതായത് ഓബ്ജക്റ്റിനെ സ്വീകരിക്കും എന്നും പറയും. അതുപോലെ അഡ്വർബുകളോട് ചേർന്ന് പ്രവർത്തിക്കും എന്ന് വെച്ചാൽ അഡ്വർബുകളും സ്വീകരിക്കും എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് എവിടെ വെക്കാന്നൊക്കെ അറിയാം. ഓബ്ജക്റ്റിനോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഓബ്ജക്റ്റ് എവിടെയായിരിക്കും ആ വാക്കിന്റെ വരിക? നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞേ.
ഇതുവരെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും വെർബിന് ശേഷം. എന്നുവെച്ചാൽ ഇവിടെ ഏതാണ് വെർബിന്റെ രൂപം? പ്ലേയിങ് എന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അതിന് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും ഉപയോഗിക്കുക. അഡ്വർബ് ഉണ്ടെങ്കിലോ അഡ്വർബുകളും ഉപയോഗിക്കുക എങ്ങനെയായിരിക്കും? ഈ ഓബ്ജക്റ്റുകൾ ഇല്ലെങ്കിൽ വെർബിന് ശേഷം അല്ലേ? അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും വരിക അഡ്വർബ്? അതിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ ഈ ഇത് കഴിഞ്ഞിട്ട് വരും. അതിന് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഓബ്ജക്റ്റും കഴിഞ്ഞാൽ അഡ്വർബുകൾ, അത് ഒന്നോ രണ്ടോ കൂടുതലൊക്കെ ആവാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പന്ത് കളിക്കുന്ന എന്നുള്ളത് എങ്ങനെയായിരിക്കും എഴുതുക? കളിക്കുന്ന ചോദിക്കുക, എന്ത് കളിക്കുന്ന? പന്ത്. അപ്പൊ ഇതിന്റെ ഓബ്ജക്റ്റ് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് വരിക? ഇതിന് ശേഷമായിരിക്കണം വരുന്നത് അല്ലേ? അതും നമുക്കറിയാം. അപ്പൊ എങ്ങനെ എഴുതുക? ഇതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? പ്ലേയിങ് ഫുട്ബോൾ. ഇതിന്റെ ഇംഗ്ലീഷ് എന്തായിരിക്കും? പ്ലേയിങ് ഫുട്ബോൾ എന്നായിരിക്കും അല്ലേ? പന്ത് കളിക്കുന്ന ഫുട്ബോൾ. പ്ലേയിങ് ഫുട്ബോൾ, പന്ത് കളിക്കുന്ന അതായിരിക്കും. അപ്പോൾ അതിന് മുമ്പിലാണ് കണ്ട പ്ലേയിങ് ഫുട്ബോൾ. ഇത് ഓബ്ജക്റ്റാണ്, ഫുട്ബോൾ അതിൻ്റെ ഓബ്ജക്റ്റാണ്. മൈതാനത്ത് പന്ത് കളിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ പറഞ്ഞ എന്തായിരിക്കും അതിൻ്റെ ഇംഗ്ലീഷ്? എന്തായിരിക്കും? പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട്. പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട്. അതുപോലെ മറ്റിതെന്തായിരിക്കും? സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ വരിക? സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന. അപ്പൊ അതിലെന്തുണ്ട്? കളിക്കുന്ന എന്ന പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉണ്ട്, അതിന് പന്ത് എന്ന ഒബ്ജക്റ്റ് ഉണ്ട്, മൈതാനത്ത് എന്ന അഡ്വർബ് ഉണ്ട്, സന്ധ്യക്ക് എന്ന അഡ്വർബ് ഉണ്ട്. അപ്പൊ ഇതിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, രണ്ട് അഡ്വർബുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന് തർജ്ജമ ഇങ്ങനെയായിരിക്കും വരിക? കളിക്കുന്ന എന്നതാണ് വെർബിന് തുല്യമായത്, അതിന് ശേഷമായിരിക്കും പന്ത് എന്നുള്ളതിന്റെ തർജ്ജമ ഇംഗ്ലീഷിൽ വരിക, അതിന് ശേഷമായിരിക്കും ഇതൊക്കെ വരിക. അറിയാം അല്ലേ? ഇപ്പൊ എങ്ങനെയായിരിക്കും? സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന എന്നതിന്റെ മാത്രം തർജ്ജമ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? പ്ലേയിങ് കഴിഞ്ഞിട്ടായിരിക്കും പന്ത് പറഞ്ഞു. ഫുട്ബോൾ എവിടെ? ഓൺ ദ ഗ്രൗണ്ട്. പിന്നെ എപ്പോൾ? ഇൻ ദ ഈവനിങ്. അപ്പൊ എന്തായിരിക്കും? മൈതാനത്ത് പന്ത് കളിക്കുന്ന എന്നതിന്റെ ഇംഗ്ലീഷ്, സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന ഇംഗ്ലീഷ് ഇതായിരിക്കും, പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട് ഇൻ ദ ഈവനിങ്. മനസ്സിലായോ? അപ്പൊ അത്രയും ഭാഗം നമുക്ക് കിട്ടി. അപ്പൊ അത് എന്താണ്? അജക്റ്റീവ്. ഇതിൽ തനിച്ച് അജക്റ്റീവ് ആണെങ്കിൽ ഇതിൽ അജക്റ്റീവിന്റെ കൂടെ ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ട്. അത് രണ്ടും ചേർന്നിട്ട് ഒരൊറ്റ ഫ്രേസ് ആയിട്ട് പ്രവർത്തിക്കും. ഇതെല്ലാം ബ്ലോക്ക് ഒരുമിച്ച് ഒരു ഫ്രേസ് പോലെ, അജക്റ്റീവ് ഫ്രേസ് പോലെ പ്രവർത്തിക്കും. ഒരു നാമാവിശേഷണം പോലെ ഇത് പ്രവർത്തിക്കും എന്നർത്ഥം. ഒരു അജക്റ്റീവ്, അതായത് പ്രസന്റ് പാർട്ടിസിപ്പിള് അജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന വാചകങ്ങൾ, ഒരു വാക്യഭാഗങ്ങളിൽ ഓബ്ജക്റ്റ് ഉണ്ടാവും, അതുപോലെ അഡ്വർബ് ഉണ്ടാവും. അത് മൈതാനത്ത് പന്ത് കളിക്കുന്ന എന്നുള്ളതിന് ചില പ്ലേയിങ് ഫുട്ബോൾ ഉണ്ട്. അത് ഇതിൻ്റെ ഒരുമിച്ച് ചേർന്ന ഭാഗം ഒരു അജക്റ്റീവ് പോലെ പ്രവർത്തിക്കും. സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇത് ഇത്രയും ഭാഗം ഇത് പ്ലേയിങ് എന്നുള്ളത് അജക്റ്റീവാണ്. പന്ത് കളിക്കുന്ന എന്നുള്ളത് എന്താണ്? അത് അജക്റ്റീവ് ഫ്രേസാണ്. മൈതാനത്ത് പന്ത് കളിക്കുന്ന 3 വാക്കുകൾ ചേർന്ന അജക്റ്റീവാണ്. സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന എന്ന് പറയുമ്പോൾ അത് ഒരുമിച്ച് ഒരു അജക്റ്റീവാണ്. എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഒരു അജക്റ്റീവ് പോലെ തന്നെ പ്രവർത്തിക്കും. ഇപ്പൊ കുട്ടികൾ എന്ന നാമത്തെ വിശേഷിപ്പിക്കുന്നു വിചാരിക്കുക. സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്കൊരു വിശേഷണമാണ്. ഏത് കുട്ടികളാ? സന്ധ്യക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ.
കുട്ടികളുടെ വിശേഷണം എവിടം തൊട്ട് എവിടം വരുന്നുണ്ട്? ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നുണ്ട് അല്ലേ? ഏത് കുട്ടികളാ, എങ്ങനെയുള്ള കുട്ടികളാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എന്തായിരിക്കും? സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ അല്ലേ? അപ്പൊ ഇത്രയും ഇതിന് വിശേഷണമാകുമ്പോൾ ഇതൊരു ഫ്രേസ് ആയതുകൊണ്ട് ഇതിന്റെ വിശേഷണം എവിടെയായിരിക്കും വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുട്ടികളുടെ പുറകിലായിരിക്കും. അത് കുട്ടികൾക്ക് ശേഷമായിരിക്കും ഇംഗ്ലീഷിൽ വരിക അല്ലേ? അപ്പൊ ഇത് ഇംഗ്ലീഷിലാക്കണമെങ്കിൽ ഏത് വേണം? ഇത് നൗൺ, ഇത് ഈ നീല ഉള്ളത് അതിന്റെ വിശേഷണം. ഒരു നൗൺ അതിന്റെ വിശേഷണം കുറെ നീളമുള്ളതാണെന്ന് മാത്രം. അപ്പോ ഇത് നമ്മൾ നൗണും അതിന്റെ വിശേഷണം വെക്കുമ്പോൾ ഇത് പുറകിലാണ് വെക്കുക അല്ലെ? അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ എന്തായാലും കുട്ടികളുടെ ഇത് എന്തായിരിക്കും? അതിന്റെ തർജ്ജമ ചിൽഡ്രൻ. എന്താണ് കുട്ടികളുടെ ഇംഗ്ലീഷ്? നൗൺ ആദ്യം വെക്കും, വിശേഷണം ഇത്. എന്താണ് ഇതിന്റെ തർജ്ജമ? നമുക്കറിയാം, പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട് ഇൻ ദ ഈവനിങ്. അപ്പൊ ഇംഗ്ലീഷ് തർജ്ജമ മൈതാനത്ത്, സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ എന്നായി. നമ്മൾ എഴുതി കാണിക്കും, ഒന്നും ക്ലിയർ ആയിട്ട് ഞാൻ എഴുതിയിടാം. അപ്പോൾ ഓക്കെ. അപ്പോൾ പന്ത് കളിക്കുന്നുള്ള തർജ്ജമയാണ് പ്ലേയിങ് ഫുട്ബോൾ. മൈതാനത്ത് പന്ത് കളിക്കുന്ന എന്നുള്ളതിന്റെ തർജ്ജമയാണ് എന്ത്? പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട്. കാരണം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക് അല്ലേ? ഇനി നോക്കുക, സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന തർജ്ജമ ഇത് ഇവിടെ തൊട്ടിലാണ്, പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട് ഇൻ ദ ഈവനിങ്. അപ്പോൾ പ്ലേയിങ് തൊട്ട് ഇൻ ദ ഈവനിങ് വരുന്ന ഭാഗമാണ് എന്ത്? സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന എന്നുള്ളത്. അപ്പൊ ഇവിടം തൊട്ട്, അതായത് ഈ അടിയിൽ വരച്ചിട്ടുള്ള ഇത്രയും ഭാഗം എന്താണ്? നീലയിലെ അടിയിൽ വരച്ചിട്ടുള്ള ഭാഗം വിശേഷണമാണ്, അഡ്ജക്റ്റീവാണ്. അത് ഫ്രേസാണ്. ഒരു ഇതിന് വേറെ കൂടെ കുറെ വാക്കുകൾ ചേർന്നിട്ടാണ് വിശേഷണം ഉണ്ടായിട്ടുള്ളത്. ഏതൊക്കെയാ? ഈ വാക്കിന്റെ കൂടെ ഇതൊക്കെ ചേർന്നിട്ട് ഒരു വിശേഷണമായിരിക്കുകയാണ്. അതായത് സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന ഒരു വിശേഷണം, കളിക്കുന്ന. അതുകൊണ്ട് ഏതിനെ വിശേഷണം? കുട്ടികൾ, ചിൽഡ്രൻ. അപ്പൊ കുട്ടികളുടെ വിശേഷണമാണ് ഇത്രയും ഭാഗം എന്നതുകൊണ്ട് ഇത് അഡ്ജക്റ്റീവും ഇത് നൗണും. ഇത് അഡ്ജക്റ്റീവാണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. അപ്പൊ ഈ അഡ്ജക്റ്റീവ് ഫ്രേസ് കൊണ്ട് ഈ ചിൽഡ്രൻ എന്ന നൗണിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിശേഷണത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടാണ് നൗണിന്റെ അർത്ഥം പറയുക അല്ലേ? ഈ വിശേഷണം എന്താ? മൈതാനത്ത് അല്ലെ, സന്ധ്യയ്ക്ക് മൈതാനത്ത് ഫുട്ബോൾ കളിക്കുന്ന എന്ത്? കുട്ടികൾ. അപ്പോൾ നൗണും അതിന്റെ വിശേഷണവും ചേർന്നാൽ മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ. ഇതെല്ലാം ഒരുമിച്ച് ആ ബ്ലോക്ക് കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നൗണും അതിന്റെ വിശേഷണം ചേർന്ന ഗ്രൂപ്പ് കിട്ടും. ഒരു നൗണും അതിന്റെ വിശേഷണം ചേർന്ന ഗ്രൂപ്പിനെ നമുക്കറിയാം നൗൺ ഫ്രേസ് എന്ന് പറയും. ഇതൊരു നൗൺ ഫ്രേസ് ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുക? അതൊരു സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഓബ്ജക്റ്റ് ആയിട്ട് വാചകത്തിൽ വരും. അപ്പൊ നോക്കുക, ഞാൻ മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികളെ കണ്ടു. സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടു എന്നൊരു വാചകം എടുക്കാൻ വിചാരിക്കുക. അവ കണ്ടു ആരാ? ഞാൻ. ആ സബ്ജക്റ്റ് ഞാൻ, കണ്ടു വെർബ്. എന്ത് കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആരെ കണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ഭാഗമാണത്. ഏതാണ്? സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികളെ. അപ്പൊ അത്രയും ഭാഗം ഇതിന്റെ ഇതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു വാചകമാണെങ്കിൽ എങ്ങനെ പറയാം? ഐ സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടു. എന്ത്? പിന്നെ ഇത് വയ്ക്കുക. അപ്പോ ഒരു സബ്ജക്റ്റ്, വെർബ്, ഇത്രയും ഭാഗം ഓബ്ജക്റ്റ്. അതായത് ഈ നൗൺ ഫ്രേസ് ഓബ്ജക്റ്റ്. അപ്പോ മനസ്സിലായി ഇത് എങ്ങനെയാ വാചകം എഴുതാന്ന്? അപ്പോ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഈ പാർട്ടിസിപ്പിള്, പ്രസന്റ് പാർട്ടിസിപ്പിള് ഉപയോഗിച്ച് അഡ്ജക്റ്റീവ് ഫ്രേസ് ഉണ്ടാക്കാമെന്നും ആ അഡ്ജക്റ്റീവ് ഫ്രേസ് കൊണ്ട് എങ്ങനെയാണ് നൗണിനെ വിശേഷിപ്പിക്കാമെന്നും കണ്ടു കഴിഞ്ഞു. അങ്ങനെ കിട്ടുന്ന
ആ ഫ്രേസ് വേണമെങ്കിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വാചകം കണ്ടു. ഐ സോ ചിൽഡ്രൻ പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട് ഇൻ ദ ഈവനിങ്. അതും കണ്ടു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഓബ്ജക്റ്റ് ആയിട്ട് വന്നു. സബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഇത് സ്റ്റഡി വരും. ഇപ്പൊ നോക്കുക, സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ വിദ്യാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികളും ഈ അതിന്റെ വിശേഷണം അടക്കിയുള്ള ഗ്രൂപ്പ് ആണ് വിഷയം. ആരെ കുറിച്ചാണ് പറയുന്നത്? സന്ധ്യയ്ക്ക് മൈതാനത്ത് പന്ത് കളിക്കുന്ന കുട്ടികൾ, അവരെ കുറിച്ച്. അപ്പൊ അതാണ് സബ്ജക്റ്റ്. എന്താണ്? ആണ്. എന്ത്? വിദ്യാർത്ഥികൾ. അപ്പൊ ഇങ്ങനെയായിരിക്കും അതിന്റെ തർജ്ജമ. ചിൽഡ്രൻ പ്ലേയിങ് ഫുട്ബോൾ ഓൺ ദ ഗ്രൗണ്ട് ഇൻ ദ ഈവനിങ് ആർ സ്റ്റുഡൻസ്. അങ്ങനെ വരുമ്പോ ഇതെന്തായി? സബ്ജക്റ്റായി. അപ്പൊ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും ഓബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഒരു വിധമൊക്കെ അപ്പൊ ഇതിന്റെ പ്രയോഗം മനസ്സിലായി. പ്രസന്റ് പാർട്ടിസിപ്പിൾ ചില്ലറക്കാരനല്ല, വൈവിധ്യവാദ ഉപയോഗമുള്ളതാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഇത് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ നല്ലതായിട്ട് പ്രയോഗിക്കാൻ പറ്റില്ല കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലോ. അപ്പൊ നമ്മൾ കുറെ അഭ്യാസങ്ങളൊക്കെ തരും. അതൊക്കെ ചെയ്ത് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലോണം ഇംഗ്ലീഷ് വാചകങ്ങൾ എഴുതാൻ സഹായകമാകും. ഇതിപ്പം നല്ല ക്ലാസ്സൊക്കെ നീണ്ടുപോയി. അപ്പം നമുക്കിനി മറ്റൊരു വിഷയം അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം. അതുവരേക്ക് വിട. നന്ദി, നമസ്കാരം. ബൈ.